This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയെ തുടർന്ന് മുളപ്രയിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം ഒലിച്ചുപോയി. പഴയ പാലം പൊളിച്ച് പുതിയത് പണിയുന്നതിന്റെ ഭാഗമായാണ് താൽക്കാലിക യാത്രാ സംവിധാനം ഒരുക്കിയിരുന്നത്. മഴ കനത്തതോടെ പാലം ആദ്യം പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയും പിന്നീട് ശക്തമായ നീരൊഴുക്കിൽ ഒലിച്ചു പോവുകയുമായിരുന്നു. പുതിയ പാലത്തിന്റെ പ്രധാന സ്ലാബ് വാർത്തിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ലാബിന് നൽകിയിരിക്കുന്ന താങ്ങുകൾ ഇനിയും ദിവസങ്ങളോളം നിലനിർത്തേണ്ടതുണ്ട്. എന്നാൽ താൽക്കാലിക പാലം ഒലിച്ചു വന്നതും പുഴയിലെ ശക്തമായ നീരൊഴുക്കും കാരണം പുതിയ പാലത്തിന്റെ അടിയിലെ ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് പുതിയ നിർമ്മിതിയുടെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരും അധികൃതരും. താങ്ങുകൾ തകർന്നാൽ പുതിയ സ്ലാബിന് കേടുപാടുകൾ സംഭവിച്ചേക്കാമെന്ന ഭീതിയുമുണ്ട്. 2 പ്രധാന ആരാധനാലയങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഏക യാത്രാമാർഗമായിരുന്നു ഒലിച്ചുപോയ താൽക്കാലിക പാലം. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ പ്രദേശവാസികളും തീർത്ഥാടകരും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.